ഹലോ ഹായ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ബൺ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് തൈരും ഞാൻ എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ബേക്കിംഗ് സോഡ അതിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ച് കൊടുക്കുക. അവിടെ അരച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ച് മാറ്റി കുറച്ച് അരമണിക്കൂർ മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറെ ഒരു ഇത് റെഡിയാക്കി എടുക്കുക, ഒരു വറ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കണം. ആ മല്ലി ഇലയും കൂടി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം ഒന്ന് മൂടി വെക്കണം. കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇനി ഒന്ന് ചുട്ടെടുക്കാം. നമ്മൾ അതെടുത്ത് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഉണ്ടോ? ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പുട്ടും ഇടിയപ്പം അങ്ങനെയൊക്കെ കഴിക്കുന്ന ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഇതിന് ഒരു കടലക്കറിയാണ്. കടലക്കറിയുടെ ഒന്നും ആവശ്യമില്ല, എന്നാലും ഞാനൊരു കറിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. താങ്ക് യു.